മല്ലപ്പള്ളി കാട്ടാമലയിലെ പോലീസ് അതിക്രമം അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. അർജുൻ ആയങ്കി കാട്ടാമലയിൽ ഉണ്ടെന്ന വ്യാജ സന്ദേശം നൽകിയത് ആരെന്ന് പോലീസ് വെളിപ്പെടുത്തണമെന്നും രാജു എബ്രഹാം പറഞ്ഞു. CPIM ഏരിയ കമ്മിറ്റിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി. അർജുൻ ആയങ്കിയെ തേടി നിരപരാധികളായ CPM പ്രവർത്തകരുടെ വീട്ടിലാണ് പോലീസ് എത്തിയത്. അർദ്ധരാത്രിയിൽ 8 വണ്ടി പോലീസ് എത്തിയാണ് പരിശോധന നടത്തിയത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധന അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. അടിയന്തരാവസ്ഥയിൽ ഞങ്ങളുടെ ആളുകളെയൊക്കെ ഒറ്റിക്കൊടുത്ത കുറേയേറെ കോൺഗ്രസ് ഉച്ചാളികളുണ്ട്. അവരൊക്കെ ഒറ്റുകൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറയുമ്പോൾ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യും, മർദ്ദിക്കും, അവിടെ ജയിലിലടയ്ക്കും. അതുപോലെ ചില ആളുകൾ മല്ലപ്പള്ളിയിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത്തരത്തിൽ പിടിപ്പുകെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സമരത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോലീസും ഏറ്റെടുക്കണം. ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. UDF സർക്കാരിന്റെ നയമാണ് പോലീസ് നടപ്പാക്കുന്നതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. ചില കോൺഗ്രസുകാർക്ക് ധാരണയുണ്ട്, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ വീട് കയറാനും അവരെ കള്ളക്കേസിൽ കൊടുക്കാനും എല്ലാമാണ് ധാരണയെങ്കിൽ ആ പരിപ്പ് ഇവിടെ ഉപയോഗത്തില്ല. ശക്തമായി പ്രതികരിക്കും ഞാൻ. പോലീസുകാരോട് പറയാം, ആയതെങ്കിലും എരപ്പാളികൾ പറയുന്നത് കേട്ടുകൊണ്ട് പാവപ്പെട്ടവന്റെ വീട് കയറിയാൽ നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല. ആ രീതിയിൽ ഞങ്ങൾ ഇതിനെ പ്രതികരിക്കും. മര്യാദയാണെങ്കിൽ മര്യാദകേട് കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതികരിക്കും. CPIM ഏരിയ സെക്രട്ടറി ബിനു വർഗീസ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ R സനൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.